ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഇട്ടിരുന്ന വീക്കിലി ആനലിസ്റ്റിൻ്റെ വീഡിയോയുടെ താഴത്തെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു. ഒരു ഭിന്നാഭിപ്രായമോ ഒരു നെഗറ്റീവ് കമൻറ്റോ ഞാനിവിടെ കണ്ടില്ല. അതിനർത്ഥം നിങ്ങളതൊക്കെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ തന്നെ ചെയ്തപ്പം വളരെയധികം വിമർശനങ്ങൾ നമ്മൾ നേരിട്ടു. പക്ഷേ ഈ പ്രാവശ്യം ആ വിമർശനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമ്മൾ വളരെ നന്നായി അത് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും പോരായ്മകൾ കാണും. ആ പോരായ്മകൾ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും അത് നികത്തി മുന്നേറും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ധാരാളം പേർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, വളരെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, ഇനി അവസരങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിപുലമായിട്ട് അല്ലെങ്കിൽ നന്നായൊക്കെ നമുക്ക് ചെയ്യാൻ പരിശ്രമിക്കാം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തിനും കാര്യങ്ങൾക്കൊക്കെ നന്ദി, നല്ല കമൻറ്റുകൾക്ക് നന്ദി. ഓക്കെ, വളരെ പലർക്കും അവരവരുടെ തെറ്റുകളെ ബോധ്യമായി അത് വീണ്ടും കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് ആ സെമിനാർ കൊണ്ടൊരു ഊർജം നൽകി എന്ന് പലരും പറഞ്ഞു. അത് കേട്ടതിൽ സന്തോഷം. അപ്പോൾ ഇനി വാഗൊണ്ട് പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഞാൻ പറയുന്ന കാര്യം പ്രവർത്തിച്ചുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും പഠിച്ച കാര്യം പ്രവൃത്തിയിൽ കാണിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ക്ഷമ അത്യാവശ്യമാണ്. കാത്തിരിക്കുക, കാത്തിരുന്ന് മാത്രം ട്രേഡ് എടുക്കുക. ട്രേഡ് കിട്ടിയില്ലെങ്കിൽ ട്രേഡ് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ട്രേഡിന് വേണ്ടി ട്രേഡിൻ്റെ പുറകെ പോയി കയ്യിരിക്കുന്ന പൈസ നഷ്ടപ്പെടുത്തി പിന്നെ അവസാനം ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് കൃത്യമായി എൻട്രി എടുക്കുക. എൻട്രി എടുത്താൽ അതിനൊരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ടോ, ആ എക്സിറ്റ് പോയിൻറ്റിൽ ഇറങ്ങാനിവിടെ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് മാർക്കറ്റ് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ സെമിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ട്രിപ്പിൾ ടോപ്പാണിത്. ഈ ട്രിപ്പിൾ ടോപ്പ് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ എനിക്ക് കാണിച്ചു തന്നാൽ അല്ലേ സാർ, ഈ ട്രിപ്പിൾ ടോപ്പിൽ എന്ത് സംഭവിക്കും നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനത് അവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇന്നലെ ഞാൻ കൃത്യമായിട്ടത് നമ്മളുടെ വീക്കിലി ആനലിസ്റ്റിൽ പറഞ്ഞിരുന്നു ഇല്ലേ. ഈ ട്രിപ്പിൾ ടോപ്പ് ബ്രേക്ക് ചെയ്തൊരു 15 മിനിറ്റ് നേരം നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഇതിന് മുകളിൽ വേണം. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു അപ്സൈഡ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ അപ്സൈഡ് കൺഫർമേഷൻ എവിടെയാണ്? 25-124 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം നല്ലൊരു സ്ട്രോങ് രീതിയിൽ സസ്റ്റെയിൻ ചെയ്താലേ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയി, റിജക്ഷൻ വന്നു, താഴോട്ട് പോയി, റിജക്ഷൻ വന്നു. ഈ ഒരൊറ്റ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒരു സ്ഥിരമായി മാർക്കറ്റിനെ വീക്ഷിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകും. എന്ത് മനസ്സിലാകും? മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോകും. കാരണം എന്താണ്? ഒരു ലോങ് വിക്ക്, അപ്പർ വിക്കും ലോവർ വിക്കും ഇല്ലേ, രണ്ടിന് ഇടയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, പോയെങ്കിലും അടുത്ത ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നു ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ എങ്ങും ഒരു ശക്തമായ 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഈ ലൈനിൻ്റെ മുകളിൽ കിട്ടിയില്ല. നമുക്ക് ഇതിനെ 15 മിനിറ്റിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഞാൻ നോക്കിയിട്ടില്ല, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ. 15 മിനിറ്റിലോട്ട് മാറ്റി നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ഉണ്ടോ? നിങ്ങൾ നോക്കൂ. ഞാൻ പറഞ്ഞതും ഇതും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഞാൻ എന്താ ഇന്നലെ പറഞ്ഞത്? ഒരിക്കൽ പോലും നമുക്കിവിടെ ഒരു ക്ലോസിങ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്ട്രോങ് റിജക്ഷനാണ് അല്ലേ, സ്ട്രോങ് റിജക്ഷനാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നും നമ്മളുടെ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്ന ആൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മൾ മാർക്കറ്റിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പറയുന്നത് എന്താണെന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. അത് മാർക്കറ്റിൽ എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി വിശകലനം ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രേഡിന് വേണ്ടി ട്രേഡ് എടുക്കല്. കൃത്യമായ എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഇവിടെ നോക്കിക്കുക, നമുക്ക് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് കിട്ടിയില്ല. ഇവിടെയൊക്കെ റിജക്ഷൻ വന്നു. വേണമെങ്കിൽ റിസ്കി ട്രേഡേഴ്സിന് ഇവിടെയൊക്കെ ട്രേഡ് വേണമെങ്കിൽ എടുക്കാം. നമുക്കൊരു 10-50 പോയിൻറ്റ് നമുക്ക് എന്തായാലും സുന്ദരമായിട്ട് ഇവിടെ കിട്ടും. അല്ലാത്തവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്താ നോക്കിക്കുക, ഇവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി? ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്കിവിടെ ഒരു 80% ബോഡി ക്ലോസിങ് കിട്ടി ഇല്ലേ. നമ്മൾ വരച്ച ട്രിപ്പിൾ ടോപ്പിന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി ഇല്ലേ. ക്ലോസിങ് വീണ്ടും ഒരു ഡോജ് വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. സിമ്പിൾ ട്രേഡ്,
വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്. എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്? ഇതിൻ്റെ തൊട്ട് മേളിൽ ഇല്ലേ, ഈ പോയിന്റിലായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രേഡ് ഈ ക്യാൻഡലിന് ശേഷം, ഈ റെഡ് ക്യാൻഡലിന് ശേഷം നമുക്കൊരു ട്രേഡ് എടുക്കാം. കാരണം എന്താണ് സേഫ് ട്രേഡേഴ്സിന് 75% ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈനിൻ്റെ താഴെ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. ന്യായമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് അവർ പ്രോഫിറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഹോൾഡ് ചെയ്തവർ അല്ലെങ്കിൽ ക്ലോസിംഗ് ബേസിസിൽ അല്ലെങ്കിൽ SL ബൈ പ്രൈസിൽ വെച്ച് ഹോൾഡ് ചെയ്തവർക്കും അത് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വിവേചന ബുദ്ധിയാണ് എത്രത്തോളം നിങ്ങൾ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ വിവേചന ബുദ്ധിയാണ്. വീണ്ടും ഇതിന് താഴെ വന്നതിന് ശേഷം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അത് റിസ്കി ട്രേഡായിരുന്നു ഇല്ലേ. നമ്മൾ ഇവിടുന്ന് നേരെ മാർക്കറ്റ് താഴെ വന്നു. ഈ ഒരു ക്യാൻഡിലിൽ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ ന്യായം കിട്ടിയാൽ ഇറങ്ങാം, ഇല്ലെങ്കിൽ റിജക്ഷൻ വന്ന് വെറും ഒരു റീടെസ്റ്റ് മോഡൽ പോലെ വന്ന് മാർക്കറ്റ് നേരെ തിരിച്ച്. ഈ റീടെസ്റ്റിലൂടെ ഒരു സിസ്റ്റത്തിൽ SL ഇട്ടവർക്ക് അടിച്ച് കാണും, കണ്ണുകൊണ്ട് SL വെച്ചവർക്ക് SL അടിച്ച് കാണാൻ സാധ്യതയില്ല. എങ്കിലും ഇവിടുന്ന് ക്യാപ്ചർ ചെയ്തവർക്ക് ഒരു 50 പോയിൻ്റ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്ഥിതിവിശേഷം. നാളെ ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനി നാളത്തെ ഒരു കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം US ഫ്യൂച്ചേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ US ഫ്യൂച്ചേഴ്സ് എല്ലാം നല്ലപോലെ നെഗറ്റീവാണ്. ഓക്കെ, US ഫ്യൂച്ചേഴ്സ് ഏകദേശം 100 to 200 പോയിൻ്റ് റേഞ്ചിൽ നെഗറ്റീവാണ്. അതുപോലെ നാസ്ഡാക്ക് 347 പോയിൻ്റ് നെഗറ്റീവിലാണ്, നല്ല നെഗറ്റീവിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ IT സ്റ്റോക്കൊക്കെ ഒരു ഫോളിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ IT സ്റ്റോക്കിനെ നാളെ ട്രേഡ് ചെയ്യുന്നവരൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ സ്ഥിതിവിശേഷം നോക്കട്ടെ. ഇന്നത്തെ സ്ഥിതിവിശേഷം ഇൻഫീൽ ഇതൊക്കെ നോക്കുക. ഇൻഫീൽ 30 പോയിൻ്റ്, TCSൽ 42 പോയിൻ്റ് ഡൗൺ ട്രെൻഡാണ്. ഈ ഡൗൺ ട്രെൻഡ് ഉണ്ടാകാനുള്ള കാരണം നാസ്ഡാക്ക് നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നേക്കുന്നത്. അപ്പം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ ജസ്റ്റ് IT സ്റ്റോക്കിനെ ഒന്ന് നോക്കുക. നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ITBസിൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്, ITBസിൽ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി. അപ്പോൾ ആ ITBസിൽ എൻട്രി മിസ്സായി പോയവർക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ITBസിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു റീ എൻട്രിക്ക് വേണ്ടിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി. മിസ്സായി പോയവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അത്രയും ഭാഗം ഞാൻ അവിടെ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ അറിയേണ്ടവർ നമ്മുടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ നാളെ ഇനി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളെ ഇപ്പോഴത്തെ നിലവിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കാം. 24,991 ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഓടുന്നത്. എന്തായാലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. നമുക്കിപ്പോൾ നാളെ നമുക്ക് ഒരു ചെറിയ ഷോർട്ട് റേഞ്ചാണ്, ഇതാണ് നമ്മുടെ റേഞ്ച്, ഷോർട്ട് റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ടായിരിക്കും നമുക്ക് ട്രേഡ്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ട് ട്രേഡ്, ഇല്ല താഴോട്ടാണെങ്കിൽ താഴോട്ട്. ഇവിടെ വന്ന് തിരിച്ചു കയറാൻ സാധ്യത വളരെ തുലവും വളരെ കുറവാണ്. നാളെ മിക്കവാറും ഇതിന് താഴെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുമോ നോക്കുക, ഇല്ലെങ്കിൽ അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നാളെ സിമ്പിൾ ട്രേഡുകളായിരിക്കും നാളെ മിക്കവാറും. ഇതിനകത്ത് ചെറിയ റേഞ്ചാണ്, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക, അത് നോക്കി മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ബാക്കി വരകളൊക്കെ നമ്മൾ ഓൾറെഡി വരച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയോട് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നമ്മുടെ റേഞ്ചിനകത്താണ് നിൽക്കുന്നത്. റേഞ്ചിനകത്ത് വന്നതിന് ശേഷം റേഞ്ചിനകത്ത് നമ്മുടെ റെസിസ്റ്റൻസ് വന്ന് തട്ടി നേരെ തിരിച്ച് വന്നു. ഇത് ഇവിടെയും വന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. എത്ര പേര് ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നാളെ ഇത് പറയാനുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ, ഈ ഒരു റേഞ്ച് ഇത്. ഓക്കെ, ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ട് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ മിഡ് ക്യാപ്പ് ആശാൻ നല്ല മുകളിൽ പോയിട്ട് നേരെ താഴെ വന്നിരുന്നു ഇല്ലേ. നമ്മുടെ റേഞ്ചിൽ പോയി തട്ടി നേരെ എന്ത് ചെയ്തു ആശാൻ, നേരെ തിരിച്ച് താഴെ വന്നു. നമ്മൾ വരച്ച ലൈനിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകുന്നു, ഇതിന് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് നോക്കാം. ചെറിയൊരു ഇടത്താവളം ഇത്. ഓക്കെ, താഴോട്ട് ബ്രേക്ക് ചെയ്താൽ താഴോട്ട്, അല്ല ഇവിടുന്ന് മുകളോട്ടാണെന്നുണ്ടെങ്കിൽ മുകളോട്ട് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക, സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മളുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെയിട്ട കമൻറ്റുകൾക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്തവർ
ഇന്ന് നിങ്ങൾ എങ്ങനെ മാർക്കറ്റിനെ നോക്കി കണ്ടു എന്ന് കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഞാൻ നാളെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം ഇനിയിപ്പം നാളെയൊക്കെ കുറച്ച് ബിസി ആയിരിക്കും. നാളത്തെ പോസ്റ്റ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. മിക്കവാറും എയർപോർട്ടിൽ നിന്ന് ചെയ്യേണ്ടി വരുമായിരിക്കും. എനിവേ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. എന്തായാലും മുടക്കത്തില്ല, അത് ഉറപ്പാണ്. ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും മുടക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കാരണം നമ്മുടെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാരാണ്. അവരെ നിരാശപ്പെടുത്താൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, എങ്കിലും എൻ്റെ ആക്സസ് വളരെ പരിമിതമായിരിക്കും. തിരിച്ചങ്ങ് എത്തിയതിന് ശേഷം നമ്മൾക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ട്രേഡുകളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.